കഴിഞ്ഞ ദിവസമാണ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. റിസൾട്ടിനെ പേടിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കുറച്ച് വിഭാഗം കുട്ടികളുണ്ട് ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാതെ റിസൾട്ടിനെ കാത്തിരിക്കുന്നവര്. പലപ്പോഴും കുട്ടികളുടെ പേടി മാർക്ക് കുറഞ്ഞാൽ മാതാപിതാക്കൾ വഴക്ക് പറയുമോ, അല്ലെങ്കിൽ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും എന്നൊക്കെയാണ്. അങ്ങനെ ടെൻഷനുകൾ പലതാണ് കുട്ടികൾക്ക്. 10ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന്റെ സമയം അടുക്കുമ്പോൾ മുതൽ കുട്ടികളും മാതാപിതാക്കളും ഒരുപോലെ മാനസിക പിരിമുറുക്കത്തിലാവുകയാണല്ലോ പതിവ്. മോന് മാർക്ക് കുറയുമോ, മോൾക്ക് മാർക്ക് കുറയുമോ, അയലത്തെ വീട്ടിലെ കൊച്ചിന് തൻ്റെ കൊച്ചിനേക്കാളും മാർക്ക് കൂടുതലായിരിക്കുമോ തുടങ്ങിയ ചിന്തകളായിരിക്കും. ആ ടെൻഷനാണ് പകുതിയും മക്കളിലേക്ക് പകരുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പിതാവും മകനുമാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ. തൻ്റെ മകൻ 10ാം ക്ലാസ് ജയിച്ചു, ഫുൾ A+ ഒന്നുമില്ല, എങ്കിലും ഒരുപാട് സന്തോഷമെന്നാണ് ആ പിതാവ് പറയുന്നത്. ഒപ്പം മകന്റെ വിജയത്തിൽ ആ പിതാവ് മകനെ വർണ്ണിച്ച വാക്കുകൾ ഏവരെയും കണ്ണു നിറയിക്കുന്നതാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ആ പിതാവിന്റെ ഈ വിജയത്തിന്റെ സന്തോഷം രേഖപ്പെടുത്തിയിരുന്നത്. എന്താണ് ആ പിതാവ് പറഞ്ഞതെന്ന് നോക്കാം. ഫുൾ A+ ഒന്നുമില്ല, 2 A+, ബാക്കി Aയും Bയും. ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു. അന്നത്തിൽ ഒരു ഓഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന്. ഈ പൊരി വെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന്. സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടയ്ക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്നതിന്. ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന്. ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് അറിവുള്ളതിന്. നന്നായിട്ട് പന്ത് കളിക്കുന്നതിന്. ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വെക്കുന്നു. ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേയുള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയുന്നു. ഒപ്പം ഫുൾ A+ നേടിയ അവൻ്റെ കൂട്ടുകാരെയും മറ്റു കുട്ടികളെയും അഭിനന്ദിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ അഭിമാനത്തോടെ, മുഹമ്മദ് ഹാഷിമിൻ്റെ ഉപ്പ അബ്ബാസ് എന്നായിരുന്നു പിതാവ് കുറിച്ചത്. ഇത്തരത്തിലുള്ള വാക്കുകളായിരിക്കാം ഒരുപക്ഷെ ഹാഷിമിനെ ഇത്രയും നല്ല മകനാക്കി മാറ്റിയത്. മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടാതിരിക്കാൻ, ആർഭാടവും അഹങ്കാരവും കാണിക്കാൻ സ്വന്തം മക്കളെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വളർത്തുന്ന മാതാപിതാക്കൾ പാഠമാക്കണം ഈ പിതാവിനെ. ഹാഷിമിന്റെ മുഖത്ത് കാണുന്ന ഈ ചിരി എല്ലാ മക്കളിലും പടരട്ടെ. അതിനായി അവരുടെ നല്ല നല്ല ഇഷ്ടങ്ങൾ അറിഞ്ഞു വളർത്തുക. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു വഴിയായി മാത്രം നിങ്ങൾ മക്കളെ കാണാതിരിക്കുക. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാവർക്കും അല്ല, കഷ്ടപ്പെട്ട് പഠിച്ച് ജീവിതത്തിന്റെ വലിയൊരു കടമ്പ കടന്ന നാളെയുടെ വാഗ്ദാനങ്ങൾക്ക് വൈറ്റ്സ്മാൻ TVയുടെ 1000 വിജയാശംസകൾ.